ഹായ് ഹലോ ലേൺ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് നോക്കാം. റിലേഷൻഷിപ്പിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ സ്ത്രീകൾ പുരുഷന്മാരുടെ സ്വഭാവം ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. ഇങ്ങനെ സ്ത്രീകൾ പുരുഷന്മാരിൽ ചെയ്യുന്ന കുറച്ച് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം ഒരു 5 കാര്യങ്ങൾ. ഈ ഒരു 5 കാര്യങ്ങൾ എന്താണെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, വീഡിയോക്ക് ലൈക്കും കൂടി ചെയ്യണേ. നമ്മുടെ ഒന്നാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് വരുന്നത് വേറെ ഒന്നുമല്ല, വേ ഓഫ് ടോക്കിംഗ് ആണ്. അതായത് നിങ്ങൾ പുരുഷന്മാർ മറ്റ് സ്ത്രീകളോട് എങ്ങനെയായിരിക്കും പെരുമാറുക അല്ലെങ്കിൽ മിണ്ടുക, ഇതിനു വേണ്ടിയിട്ട് അവർ പല പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതായത് ഒന്നാമതായിട്ട് അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫേക്ക് അക്കൗണ്ടൊക്കെ ഉണ്ടാക്കും. ഇൻസ്റ്റയിലൊക്കെ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് നിങ്ങളോട് വന്നിട്ട് ചാറ്റ് ചെയ്യും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങളിപ്പോൾ മാന്യമായിട്ടാണ് പെരുമാറുന്നത് എങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഇല്ല എന്നെങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ള കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെയാണ് ആദ്യമേ അവർ ചെയ്യുന്നത്. അത് വേറെ ഒന്നിനുമല്ല, നിങ്ങളുടെ സ്വഭാവം എങ്ങനെയാണ്, നിങ്ങൾ ബാക്കിയുള്ള സ്ത്രീകളോട് എങ്ങനെയാണ് പെരുമാറുന്നത്, നിങ്ങൾ ബാക്കിയുള്ളവരെ എങ്ങനെയാണ് കാണുന്നത്, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കളത്തരങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. രണ്ടാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ഇറിറ്റേറ്റ് ചെയ്യും. അതായത് മാക്സിമം അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, ശല്യം ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കും ദേഷ്യപ്പെടുക, അല്ലെങ്കിൽ നിങ്ങൾ എത്ര ഒച്ചയ്ക്ക് ദേഷ്യപ്പെടും, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ടെസ്റ്റ് ചെയ്യുന്നത്. അതായത് ചിലപ്പോൾ പറയും നിങ്ങളുടെ എക്സിൻ്റെ കാര്യം, അതായത് നിങ്ങളുടെ കാമുകിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടായിരിക്കും വഴക്കിടുക. അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും നിങ്ങൾ എത്രമാത്രം ഒച്ചയ്ക്ക് അവരോട് തിരിച്ച് സംസാരിക്കും, എത്രമാത്രം നിങ്ങൾ ദേഷ്യപ്പെടും, അവരെ നിങ്ങൾ അടിക്കുമോ, ഈ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും മാക്സിമം ഒരു കാര്യമില്ലെങ്കിൽ പോലും ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഒരു കുഞ്ഞു കാരണങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് വന്നിട്ട് അവർ നിങ്ങളെ ശല്യം ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. മൂന്നാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ചൈൽഡിഷ് നേച്ചർ കാണിക്കും. അതായത് നിങ്ങളുടെ ആ ഒരു പെൺകുട്ടി ഒരു കുഞ്ഞു കുട്ടിയെ പോലെ വന്നിട്ട് നിങ്ങളോട് പെരുമാറും. അതായത് കുഞ്ഞു കുഞ്ഞു കുസൃതി അല്ലെങ്കിൽ കുറുമ്പൊക്കെ കാണിക്കുക, നിങ്ങളെ ശല്യം ചെയ്യുക, വാശി പിടിക്കുക, ഇങ്ങനെയൊക്കെ അവൾ ചെയ്യും. ഇത് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളൊരു കുട്ടിയെ പോലെ അഭിനയിക്കുമ്പോഴത്തേക്കും നിങ്ങൾ തിരിച്ച് അവളെ എങ്ങനെയായിരിക്കും സ്നേഹിക്കുക, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുക, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും ആ ഒരു പെൺകുട്ടി ഒരു കൊച്ചു കുട്ടിയെ പോലെ വന്നിട്ട് നിങ്ങളോട് വഴക്കിടുകയും പിണകുകയും വാശി പിടിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അത് വേറെ ഒന്നിനുമല്ല, നിങ്ങളുടെ സ്നേഹം എത്രമാത്രമുണ്ട് എന്നവർ ടെസ്റ്റ് ചെയ്യുന്നതാണ്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. നാലാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, പൊസസീവ്നെസ് തന്നെയാണ്. അതായത് നിങ്ങളും നിങ്ങൾക്ക് പരിചയമുള്ള ഏതെങ്കിലും ഒരു സ്ത്രീയോ അല്ലെങ്കിൽ പെൺകുട്ടിയൊക്കെ ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ലവർ ആ ഒരു പെൺകുട്ടി മാറി നിന്നിട്ട് നിങ്ങളെ ശ്രദ്ധിക്കും. ആ സമയം നിങ്ങൾ ആ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ആ ഒരു സ്ത്രീയോട് എങ്ങനെയാണ് സംസാരിക്കുക, മറ്റ് സ്ത്രീകളോട് നിങ്ങൾ എങ്ങനെയാണ് പെരുമാറുന്നത്, ഇതൊക്കെയായിരിക്കും അവർ ആ ഒരു സമയം മാറി നിന്നിട്ട് നോക്കിക്കണ്ട് പഠിക്കുന്നത്. പിന്നെ നിങ്ങൾ അധികമായിട്ട് അങ്ങോട്ട് ചിരിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ പൊസസീവ്നെസ് ഒരുപാട് അങ്ങോട്ട് കൂടിക്കൂടി വീണ്ടും അത് സംശയ രോഗത്തിലേക്ക് ചെന്ന് നിൽക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ ഏതൊരു പെണ്ണിനോട് നിങ്ങൾ മിണ്ടിയാലും ഈ ഒരു കാര്യം പറഞ്ഞിട്ടായിരിക്കും വഴക്കിടുക. അതുകൊണ്ട് പൊസസീവ്നെസ് ഒക്കെ നല്ലതാണ്, കുഴപ്പമില്ല, അതൊക്കെ എല്ലാവരും എൻജോയ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഓവറായിട്ടുള്ള പൊസസീവ്നെസ് ആകാതെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ ഓവർ പൊസസീവ്നെസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ബ്രേക്ക് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ സംശയങ്ങളായിരിക്കും. ഈ സംശയം കൂടി ലാസ്റ്റ് ആ റിലേഷൻഷിപ്പ് തന്നെ ഇല്ലാതാകും. അതുകൊണ്ട് പൊസസീവ്നെസ് ഒക്കെ ഓക്കെയാണ്, പക്ഷെ അതൊരു സംശയരോഗമാകാതെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ നാലാമത്തെ കാര്യം. ഇനി അഞ്ചാമതായിട്ട് ടെസ്റ്റ് ചെയ്യുന്ന വേറെ ഒന്നുമല്ല, സ്നേഹം കൊണ്ടാണ്. അതായത് നിങ്ങളോട് എപ്പോഴും വന്നിട്ട് ചോദിക്കും നിങ്ങൾക്ക് ആ ഒരു പെൺകുട്ടിയോടാണോ ഇഷ്ടം അതോ നിങ്ങളുടെ അമ്മയോടാണോ എന്ന്. അവൾക്ക് എപ്പോഴും കേൾക്കാൻ താല്പര്യം അവളോടാണ് എന്നാണ്. പക്ഷെ എല്ലാവരും തന്നെ പറയുന്നത് അമ്മയോടായിരിക്കും എന്നാണ്. അത് അവൾക്ക് ഓക്കെ ആയിരിക്കും ആ ഒരു സമയത്ത്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്നാലൊരു കുഞ്ഞു കുശുമൊക്കെ കാണും. എന്നാലും അങ്ങനെ പറഞ്ഞല്ലോ, എന്നോടാണ് സ്നേഹം, അങ്ങനെയൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ. ഈ ഒരു കാര്യം എല്ലാ പെൺകുട്ടികളും മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു കാര്യമാണ്.
നിങ്ങൾ പുരുഷന്മാരോട് ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടം ആരെയാണ് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവളെയാണ് അങ്ങനെ പറയണം. അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പെൺകുട്ടി ഇങ്ങനെ പുറകെ നടന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇത് ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു 5 കാര്യത്തിലൂടെയായിരിക്കും ഒരു പെൺകുട്ടി ഒരു റിലേഷൻഷിപ്പിലേക്ക് സ്റ്റാർട്ടിങ് സമയത്ത് നിങ്ങളെ ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ എന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടം തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, വീഡിയോക്ക് ലൈക്ക് കൂടി ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.